റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്, അതായത് 2.1 ഹെവി എന്ന് പറയുന്നത് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിൽ ഈ പറഞ്ഞ പോലെ ഹെവി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് നമുക്ക് കേൾക്കാനേക്കാളും കൂടുതലായിട്ടുള്ള വാട്ടോട് കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 52001943 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ബോർഡിൽ, അതായത് സ്റ്റീരിയോ ബോർഡിലും സബ് ഊഫർ ബോർഡിലും. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ് ഊഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മഹാരാജയുടെ 12 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് മാത്രം ഏകദേശം ഒരു 600 വാട്ടോളം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. 12 ട്രാൻസിസ്റ്ററും 52001943 തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി സെയിം 52001943 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. RBL ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ചാനലിന് വേണ്ടി മാത്രം 6 ട്രാൻസിസ്റ്ററാണ്, അങ്ങനെ 2 ചാനലിന് കൂടി 12 ട്രാൻസിസ്റ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചാനൽ 300 വാട്ട് ലഭിക്കും. 300 + 300 ആണ് ലെഫ്റ്റ് റൈറ്റ് ചാനലിന്. സബ് ഊഫറിന് 600 വാട്ടും. യൂണിവേഴ്സലിന്റെ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് BT ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ബേസ് ട്രിബിൾ ഇതിന്റെ 2 ചാനലിന്റെ വോളിയം ആ രീതിയിലാണ് ഇതിനകത്ത് BT ബോർഡ് എടുത്തിരിക്കുന്നത്. സബ് ഊഫറിന്റെ പ്രീ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് മഹാരാജയുടെ തന്നെയാണ്. നമ്മൾ പല ആംപ്ലിഫയറിലും ഉപയോഗിക്കാറുള്ളതാണ്. മഹാരാജയുടെ സബിന്റെ പ്രീ ബോർഡാണ് ഇതിനകത്ത് നമ്മൾ സബ് ഊഫർ ഫിൽറ്റർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ ബോർഡ് നമ്മുടെ തന്നെ സ്വന്തം പവർ സപ്ലൈ ബോർഡിൽ തന്നെയാണ് പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ടൊറോഡൽ ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ ട്രിക്കിന്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കൂടി ഇതിനകത്ത് നമ്മൾ 2.1 ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പാനൽ മൊത്തം അക്രിലിക്കാണ്. ഫ്രണ്ട് പാനലും ബാക്ക് പാനലും മൊത്തം നമ്മൾ അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാനൽ വന്നിരിക്കുന്നത് ഇന്നർ പോർഷൻ വന്നിരിക്കുന്നത് ഗ്ലോസും, അതുപോലെ തന്നെ ഔട്ടർ വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിൽ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല റിമോട്ട് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് മാസ്റ്റർ ഓളിയായിട്ട് 3 ചാനലിന്റെ ഓളിയ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ട് ഒരു കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെയായിട്ട് നമ്മളൊരു എൽകോമിന്റെ പവർ ഓൺ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. കൺട്രോളുകളെല്ലാം വന്നിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി മാത്രമായിട്ട് ഒരു വോളിയം കൊടുത്തിരിക്കുന്നു. സബ് ഊഫറിന്റെ വോളിയം, അതുപോലെ തന്നെ ട്രിബിൾ, ബേസ്, അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് 2 ചാനലും സബ് ഊഫറും ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കാം. സെലക്ടർ സ്വിച്ച് വന്നിരിക്കുന്നത് ഓക്സ് 2 ഓക്സ് 1, ഓക്സ് 2, അതുപോലെ തന്നെ USB പാനലിന് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു സെലക്ടറിൽ. അതിന്റെ താഴെയായിട്ട് USB കുത്താനൊരു സ്ലോട്ടും കൊടുത്തിരിക്കുന്നു. ഇതിന്റെ പുറകുവശം അക്രിലിക് തന്നെയാണ്, മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഓക്സിലറി ഇൻപുട്ടും പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ആന്റിനയ്ക്കുള്ള ഔട്ടാണ്. അതുകൂടാതെ 2 ലെഫ്റ്റ് റൈറ്റിന്റെ പ്രീ ഔട്ട് കൂടി ഇവർക്ക് വേണമെന്ന് പറഞ്ഞ കാരണം ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പീക്കർ കണക്ടർ എല്ലാം വന്നിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന്റെ ഓളിയോ അതിന്റെ പ്ലസും മൈനസും, അതുപോലെ തന്നെ സബ് ഊഫറിന്റെ പ്ലസും മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പിൻ കണക്ടറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ കേബിൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടിയിട്ടുള്ള ഒരു കണക്ടർ കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ മുൻവശത്തെയും പുറകുവശത്തെയും കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഈ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ രീതിയിലുള്ള സോങ്സ് ഇടുന്നത് നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്തൊക്കെ ഓഡിയോ ക്വാളിറ്റി കേൾക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ പവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ 2 രീതിയിൽ വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. ഈ 2 ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി വോൾട്ടേജ് എടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ സബ് ഊഫറിനുള്ള രീതിയിലുള്ള വോൾട്ടേജ് എടുത്തിരിക്കുന്നു. ഇതിൽ നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ്. ഇതിൽ നമ്മൾ ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ് ഊഫറിന് വേണ്ടിയിട്ടുള്ള 2 കപ്പാസിറ്റർ, 2 ചാനലിന് വേണ്ടിയിട്ട് 4 കപ്പാസിറ്റർ 10,000-ൻ്റെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ BT ബോർഡിന് വേണ്ടി, ഫാനിന് വേണ്ടി, സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി എല്ലാം സെപ്പറേറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ BT ബോർഡും അതുപോലെ തന്നെ സബിൻ്റെ പ്രീ ബോർഡും കൊടുത്തിരിക്കുന്നത്. ഇതിൽ സബ് ഊഫറിൻ്റെ പ്രീ ബോർഡ് നമ്മൾ മഹാരാജയുടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന IC SMD ടൈപ്പ് JRC 458 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ BT ബോർഡിലും ആ സെയിം SMD ടൈപ്പ് IC തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മഹാരാജയുടെ ബോർഡ് തന്നെയാണ്. ഇതിനകത്ത് 12 ട്രാൻസിസ്റ്ററാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വോൾട്ടേജിൻ്റെ 70 വോൾട്ട് 75 വോൾട്ടിലേക്കാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 600 വാട്ടോളം നമുക്ക് കിട്ടും. പൈനിയറിൻ്റെ ചാമ്പ്യൻ സീരീസ് പോലെയുള്ള സബ് ഊഫറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വാട്ടേജ് കൂട്ടി ചെയ്തിരിക്കുന്നത്. അതേ സെയിം ട്രാൻസിസ്റ്റർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 5200-1943 തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും സെയിം തന്നെയാണ് 5200-1943 തന്നെയാണ്. 2 ചാനലാണിത്. അതായത് ഒരു ചാനലിന് 6 ട്രാൻസിസ്റ്റർ 300 വാട്ട് ലഭിക്കും. ഇത് വേറൊരു ചാനലാണ്. ഇതിലും 6 ട്രാൻസിസ്റ്റർ 300 വാട്ട് ലഭിക്കും. അങ്ങനെ മൊത്തത്തിൽ ലെഫ്റ്റ് റൈറ്റിനും വേണ്ടി മാത്രം 12 ട്രാൻസിസ്റ്ററും സബ് ഊഫറിന് വേണ്ടി 12 ട്രാൻസിസ്റ്ററും കൊടുത്തിരിക്കുന്നു. പവർ ട്രിക്കിൻ്റെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവർക്കൊരു സബിൻ്റെ പ്രീ ഔട്ടും കൂടി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രീ ഔട്ടും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പിൻ സോക്കറ്റ്, പവർ പ്ലഗ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ വയറിങ് എല്ലാ രീതിയിലൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഫാനും നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ 2 3-വേ ബോക്സിൽ മാത്രമാണ്. സബ് ഊഫറിൻ്റെ വോളിയം കുറച്ച് വെച്ചേക്കാണ്. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സബ് ഊഫറിൻ്റെ വോളിയം കൂട്ടിയതിന് ശേഷം ഒന്ന് കേട്ട് നോക്കാം. നമ്മൾ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സോണിയുടെ 12 ഇഞ്ച് സബ് ഊഫറാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോയും കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റീരിയലും കണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതുപോലെ ഇതിൻ്റെ വില വിവരങ്ങളും ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ എത്ര വാട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ചിരിക്കുന്ന വോൾട്ടേജ് ഇതെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കാൻ നോക്കാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ അവർക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.